നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മൊത്തവില സൂചിക ഇടിഞ്ഞു. ഇന്ധനവിലയിലെ കുറവ് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുമെന്ന് യൂണിയൻ ബാങ്ക്. രൂപയുടെ ഇടിവിന് ഉടൻ ആശ്വാസമുണ്ടാവുമെന്ന് ജെഫ്രീസ്. ഡോളറിന് 90 രൂപ നിലവാരത്തിൽ സ്ഥിരതയാർജിക്കുന്നത് ഓഹരി വിപണിക്ക് ഉണർവേകുമെന്നും റിപ്പോർട്ട്. വ്യാപാര കരാറിന് മുമ്പ് റഷ്യൻ ഓയിൽ തീരുവ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് റിപ്പോർട്ട്. 25% തീരുവ പിൻവലിച്ചാൽ ഇന്ത്യക്ക് നേട്ടമാകും. വിപണി പ്രതീക്ഷകളെ കടത്തിവെട്ടി ഏഷ്യൻ പെയിന്റ്സിന്റെ പാദബലം. ലാഭം 47% ഉയർന്നു. G7 ഉച്ചകോടിക്കിടെ എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജം, സുരക്ഷാ മേഖലകളിലെ ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസസ് 595 പോയിന്റ് ഉയർന്ന് 84,466-ലും നിഫ്റ്റി 180 പോയിന്റ് ഉയർന്ന് 25,875-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി മുഹമ്മദ് സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്നത്തെ വിപണിയെ നേട്ടത്തിലെത്തിച്ചത്? ഇന്നത്തെ സെക്ടോറിയൽ ഇൻഡീസസിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് മോഡിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തതെന്ന് പറയാൻ സാധിക്കും. നിഫ്റ്റിയിൽ ഏകദേശം 0.69% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,421 എന്ന ലെവലിൽ നിന്ന് റീസെൻ്റ്ലി 7th നവംബറിലാണ് ഒരു ഡിമാൻഡ് എടുത്ത് ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുത്ത നിഫ്റ്റിയെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂസ് ആയി 3 days ആയിട്ട് പോസിറ്റീവ് മൊമെൻറ്റം കീപ്പ് ചെയ്യുന്ന നിഫ്റ്റിയാണ് കറണ്ട് ഡേയും കാണാൻ സാധിക്കുന്നത്. ഈ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഹഡിൽ റീസെൻറ്റ് ഹൈ ആയ 26,104 എന്ന ലെവലാണ്. ഇത് മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൊമെൻറ്റം റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലോസിംഗ്, അതായത് മൊമെൻറ്റം ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ റീസെൻറ്റ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു മൊമെൻറ്റം റാലി ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാമെന്നും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ കീ ഹൈലൈറ്റ് IT ഇൻഡെക്സിൻ്റെ മുന്നേറ്റമാണ്. ഏകദേശം 2% മുന്നേറ്റമാണ് IT ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ IT ഓഹരികളിലും ആ ഒരു മുന്നേറ്റം നമുക്ക് നല്ലൊരു സ്പൈക്കിംഗ് വോളിയം ആക്ഷനോടെ മൊമെൻറ്റം ക്യാൻഡിൽ ഫോർമേഷനാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻ ലഭിക്കുകയാണെങ്കിൽ IT ഇൻഡെക്സിൽ തന്നെ ഒരു മൊമെൻറ്റം ബസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നും അനലിസ്റ്റുകൾ കൂട്ടിച്ചേർക്കുന്നു. ഇനി ഫൈനാൻഷ്യൽ സർവീസസ് മേഖല നോക്കുകയാണെങ്കിൽ ഇത് നേരിയ തോതിലുള്ള മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 0.21% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോ മേഖലയിലും ഫാർമ മേഖലയിലുമാണ് IT ഇൻഡെക്സ് കൂടാതെ മറ്റു മൊമെൻറ്റം കാണിച്ച മറ്റ് 2 മേഖലകൾ. ഓട്ടോ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് ബ്രേക്ക്ഔട്ട് ക്യാനിലാണ് കറണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. മുഹമ്മദ് സഫാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കാർഷിക ഉൽപ്പന്ന വിലയിടിവിന് പിന്നാലെ മൊത്തവില സൂചിക ഇടിഞ്ഞു. ഇന്ധനവിലയിലെ കുറവ് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുമെന്ന് യൂണിയൻ ബാങ്ക്. പരിപ്പ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, വിദ്യാഭ്യാസം, പഞ്ചസാര, മുട്ട, പലഹാരങ്ങൾ എന്നീ മേഖലയിലാണ് പണപ്പെരുപ്പം കുത്തിനെ ഇടിയുകയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഭക്ഷ്യേതര വസ്തുക്കൾ, ഗതാഗത ഉപകരണങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ വിലയിൽ മുന്നേറ്റമാണുണ്ടായത്. ഇന്ധന, വൈദ്യുതി വിഭാഗത്തിലെ പണപ്പെരുപ്പം നെഗറ്റീവായി തുടരും. ഭക്ഷ്യവിലപ്പെരുപ്പം കുത്തനെ കുറഞ്ഞത് കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്കിനും ഒരുപോലെ ആശ്വാസത്തിന് വഴിയൊരുക്കും. വടക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം പോലും ഭക്ഷ്യവിലയെ കാര്യമായി ബാധിക്കാതിരുന്നത് ആശ്വാസകരമായ ഘടകമായി ബാങ്ക് വിലയിരുത്തുന്നു. ഇന്ധനവില തുടർച്ചയായി 15ാം മാസവും താഴ്ചയിലാണ്. ക്രൂഡ് ഓയിൽ, ധാതു എണ്ണകൾ, വൈദ്യുതി എന്നിവയിലെല്ലാം പൊതുവെ കുറവ് രേഖപ്പെടുത്തി. എങ്കിലും അപ്രതീക്ഷിത ശൈത്യകാല മഴ പോലുള്ള കാലാവസ്ഥാ മാറ്റങ്ങളും പുതിയ ഭൗമരാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങളും പണപ്പെരുപ്പം വീണ്ടും ഉയർത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപയുടെ ഇടിവിന് ഉടൻ ആശ്വാസമുണ്ടാവുന്ന ജെഫ്രീസ്. ഡോളറിന് 90 രൂപ നിലവാരത്തിൽ സ്ഥിരതയാർജിക്കുന്നത് ഓഹരി വിപണിക്ക് ഉണർവേകുമെന്നും റിപ്പോർട്ട്. വിപണിക്കും നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടാണ് ജെഫ്രീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത 12 മാസത്തിനകമായിരിക്കും രൂപ $1 90 നിലവാരത്തിലേക്ക് എത്തുക. ശേഷം ആ നിലവാരത്തിൽ സ്ഥിരത പുലർത്തും. ഇതിന് രൂപയെ സഹായിക്കുന്നത് 4 ഘടകങ്ങളാണ്. ആദ്യത്തേത് ദുർബലമാക്കുന്ന US ഡോളറാണ്.
ഡോളർ ഇൻഡെക്സ് 100 താഴെ തുടരുമെന്നാണ് പ്രതീക്ഷ. ഡോളർ ദുർബലമാകുമ്പോൾ ഇന്ത്യൻ രൂപ സാധാരണയായി മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ കറന്റ് അക്കൗണ്ട് കമ്മിയാണ് രൂപയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഘടകം. ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വിടവ് 2 ദശകത്തെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തുമെന്നാണ് ജെഫ്രീസ് വിലയിരുത്തുന്നത്. എണ്ണവില കുറഞ്ഞതും IT സേവന കയറ്റുമതിയിൽ ഇന്ത്യ നേടുന്ന മുന്നേറ്റവും കാരണം 2026 കറന്റ് അക്കൗണ്ട് കമ്മി GDP-യുടെ 0.5% മാത്രമായിരിക്കും. എണ്ണ ഉപയോഗത്തിലെ കാര്യക്ഷമതയാണ് അടുത്തത്. നേരത്തെ 1761 മില്യൺ ബാരൽ എണ്ണ വേണ്ടി വന്നിരുന്നിടത്ത് ഇപ്പോൾ 480 മില്യൺ ബാരലായി കുറഞ്ഞു. ഇത് ഇറക്കുമതി ചെലവിൽ വലിയ ലാഭമുണ്ടാക്കും. അതുപോലെ സ്വർണം വെള്ളി ഇറക്കുമതിയിലെ കുറവും രൂപയ്ക്ക് കരുത്താവുമെന്ന് ജെഫ്രീസ് വ്യക്തമാക്കി. 23% വിലവർധനവുണ്ടായിട്ടും 2025 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സ്വർണ്ണ വെള്ളി ഇറക്കുമതി 4% കുറഞ്ഞു. നിക്ഷേപത്തിനായി സ്വർണത്തെ ആശ്രയിക്കുന്നത് കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണിതെന്ന് വിലയിരുത്തൽ. അതേസമയം രൂപയുടെ സ്ഥിരത ഓഹരി വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപയുടെ ഒഴുക്കിനെ ആശ്രയിച്ചിരിക്കുമെന്ന മുന്നറിയിപ്പും ജെഫ്രീസ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാപാര കരാറിന് മുമ്പ് റഷ്യൻ ഓയിൽ തീരുവ പിൻവലിക്കാൻ എസിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് റിപ്പോർട്ട്. 25% തീരുവ പിൻവലിച്ചാൽ ഇന്ത്യക്കത് നേട്ടമാകും. വ്യാപാര കരാറുമായി മുന്നോട്ടു പോകുന്നതിന് മുൻപ് 25% റഷ്യൻ ഓയിൽ തീരുവ പിൻവലിക്കാൻ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെടണമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പറയുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 25% റഷ്യൻ ഓയിൽ താരിഫ് പിൻവലിക്കണം. അതിനുശേഷം മാത്രമേ US-മായി സമതുലിതമായ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാവൂ എന്നാണ് നിർദ്ദേശം. റഷ്യയുടെ അനുമതിയുള്ള കമ്പനികളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഇതിനകം അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഇക്കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച നടപടിയാണെന്നും പറയുന്നു. താരിഫ് റോൾബാക്ക് സുരക്ഷിതമാക്കുന്നതിൽ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും GTRI പറയുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതി വെട്ടിക്കുറച്ചാൽ 25% താരിഫ് പിൻവലിക്കാൻ ഇന്ത്യ വാഷിംഗ്ടണിൽ സമ്മർദ്ദം ചെലുത്തണം. ഇത് ഇന്ത്യൻ ചരക്കുകളുടെ മൊത്തത്തിലുള്ള US തീരുവ ഭാരം 50% നിന്ന് 25% കുറയ്ക്കും. ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ പ്രധാന മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും. താരിഫുകൾ 25% കുറഞ്ഞതിനു ശേഷം യൂറോപ്യൻ യൂണിയൻ പോലുള്ള പങ്കാളികളുമായുള്ള സമത്വവും ശരാശരി വ്യാവസായിക താരിഫുകൾ ഏകദേശം 15% ലക്ഷ്യമിട്ട് സന്തുലിത കരാറിനായി ഇന്ത്യ US-മായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തു. ട്രംപ് താരിഫുകൾ സംബന്ധിച്ച് US സുപ്രീം കോടതിയുടെ വിധിക്കായി കാത്തിരിക്കാനും റിപ്പോർട്ട് ഇന്ത്യയെ ഉപദേശിച്ചു. അത്തരം താരിഫുകൾ ചുമത്താൻ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവർ ആക്ട് പ്രകാരം പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന കേസ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി പ്രതീക്ഷകളെ കടത്തിവെട്ടി ഏഷ്യൻ പെയിന്റ്സിന്റെ പാദബലം. ലാഭം 47% ഉയർന്നു. മഴ വെല്ലുവിളി ഉയർത്തിയിട്ടും ലാഭവും മാർജിനുകളും മെച്ചപ്പെടുത്താൻ ഏഷ്യൻ പെയിന്റ്സിന് കഴിഞ്ഞെന്നാണ് പാദഫലം വ്യക്തമാക്കുന്നത്. അനലിസ്റ്റുകൾ 4% മുതൽ 5% വരെയുള്ള വോളിയം വളർച്ചയാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ ഇരട്ടി വളർച്ചയാണ് ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് റിപ്പോർട്ട് ചെയ്തത്. 10.9% മുന്നേറ്റം. വരുമാനം 8531 കോടിയായി. കഴിഞ്ഞ വർഷം ഇത് 8020 കോടിയായിരുന്നു. അറ്റാദായം കഴിഞ്ഞ വർഷത്തെ 693 കോടിയിൽ നിന്ന് 47% വർധനവ് രേഖപ്പെടുത്തി. ഇത് 1018 കോടിയിലേക്ക് എത്തിച്ചേർന്നു. വിപണിയിൽ ശക്തമായ ഡിമാൻഡും മികച്ച ചെലവ് നിയന്ത്രണവും നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ശക്തമായ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, നഗര ഗ്രാമീണ വിപണികളിലേക്കുള്ള പ്രവേശനം, പ്രാദേശിക പ്രമോഷനുകൾ എന്നിവയിലൂടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ അമിത് സിംഗൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. G7 ഉച്ചകോടിക്കിടെ ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജം, സുരക്ഷ മേഖലകളിലെ ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തും. ഉഭയകക്ഷി പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനുള്ള നീക്കം ചർച്ച ചെയ്യുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ അജണ്ട. നിക്ഷേപം, ആണവോർജം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അനിത ആനന്ദിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തയ്യാറാക്കിയ മാർഗരേഖയാണ് ചർച്ച ചെയ്തതെന്ന് ജയശങ്കർ പറഞ്ഞു. LNG, LPG വ്യാപാരവും ഓയിൽ ഗ്യാസ് മേഖലയിലെ പരിവേഷണോൽപാദന പങ്കാളിത്തവും ശക്തമാക്കുന്നതും ഇരുവരും സംസാരിച്ചു. കൂടിക്കാഴ്ച ഇന്ത്യ കാനഡ ബന്ധത്തിന് പുതിയ ഊർജ്ജം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിലും അന്താരാഷ്ട്ര വേദികളിൽ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ശക്തിപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിക്കുന്നതെന്നാണ് G7 ഉച്ചകോടിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,505 രൂപയും പവന് 92,040 രൂപയുമായി വില കുറഞ്ഞു. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 9,465 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 163 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൊത്തവില സൂചിക ഇടിഞ്ഞു. ഇന്ധനവിലയിലെ കുറവ് പണപ്പെരുവത്തെ നിയന്ത്രിക്കുമെന്നും യൂണിയൻ ബാങ്ക്. രൂപയുടെ ഇടിവിന് ഉടൻ ആശ്വാസമുണ്ടാവുമെന്ന് ജെഫ്രീസ്. ഡോളറിന് 90 രൂപ നിലവാരത്തിൽ സ്ഥിരതയാർജിക്കുന്നത് ഓഹരി വിപണിക്ക് ഉണർവേകുമെന്നും റിപ്പോർട്ട്. വ്യാപാര കരാറിന് മുമ്പ് റഷ്യൻ ഓയിൽ തീരുവ പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്ന റിപ്പോർട്ട്. 25% തീരുവ പിൻവലിച്ചാൽ ഇന്ത്യക്ക് നേട്ടമാകും. വിപണി പ്രതീക്ഷകളെ കടത്തിവെട്ടി ഏഷ്യൻ പെയിന്റ്സിന്റെ പാദബലം. ലാഭം 47% ഉയർന്നു. G7 ഉച്ചകോടിക്കിടെ എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജം, സുരക്ഷാ മേഖലകളിലെ ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.